everyone, welcome to Axonas Learning Online Classes. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 35 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 36 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 36 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 36ലെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് റെവല്യൂഷൻ അക്കോർഡിംഗ് ടു മാർക്സിസം. മാർക്സിസം എന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് മാർക്സിസം എന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സിസം എന്താണ്, റെവല്യൂഷൻ എന്ന ഒരു ഐഡിയ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു ഐഡിയ, ആ ഒരു റെവല്യൂഷൻ എന്ന ഐഡിയയെ എങ്ങനെയാണ് മാർക്സിസം കണ്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ റെവല്യൂഷനെ പറ്റിയാണ് അക്കോർഡിംഗ് ടു മാർക്സിസത്തിൽ നിന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആൻസർ വന്നിരിക്കുന്നത്, revolution in Marxism, revolution is the necessary violent overthrow of the ruling capitalist class, bourgeoisie, by the working class proletariat. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റലിസം എന്താണെന്നും മാർക്സിസം എന്താണെന്നും പഠിച്ചതാണ്. സമൂഹത്തിൽ രണ്ട് തരം ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ബൂർഷ്വാസി ക്ലാസ്സും മറ്റൊന്ന് വർക്കിംഗ് ക്ലാസ് എന്നറിയപ്പെടുന്ന പ്രോലിറ്റേറിയൻ ക്ലാസ്സുമാണുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിലൊരു ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ ഇത്തരം റെവല്യൂഷൻസ് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. It's seen as the historical inevitability driven by the class struggle and is required to dismantle the existing state apparatus and establish a dictatorship of the proletarian, leading ultimately to the classes stateless communist society. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇൻവെലിബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ ക്ലാസ് സ്ട്രഗിൾ നടത്തുമ്പോൾ ഇത്തരം ക്ലാസ് സ്ട്രഗിളുകൾ, ആദ്യം ഉണ്ടായിരിക്കുന്ന ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ പഴയകാല അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന ക്ലാസ് സ്ട്രഗിൾ ഇപ്പം നിലനിൽക്കുന്ന ഭരണവർഗത്തെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഡിമോളിഷിങ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തകർത്തിട്ട് പുതിയ അല്ലെങ്കിൽ വർക്കിംഗ് പ്രോലിറ്റേറിയൻ ക്ലാസ്സുകളുടെ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതിലൂടെ മാത്രമാണ് വർക്കിംഗ് ക്ലാസ്സിന് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ്, സമൂഹത്തിൽ നിന്നും ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നിലനിൽക്കുന്ന ഭരണകൂടത്തെ ഡിമോളിഷിങ് ചെയ്തുകൊണ്ട് പുതിയ വർക്കിംഗ് ക്ലാസിൻ്റെ ഡിക്റ്റേറ്റർഷിപ്സ് നിലനിർത്തി, അല്ലെങ്കിൽ അത്തരം ഭരണകൂടങ്ങളെ നിലനിർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഒരു ക്ലാസ്ലെസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാർക്സിസത്തിൻ്റെ അഭിപ്രായത്തിൽ റെവല്യൂഷൻ എന്ന ഐഡിയ കൊണ്ട് മാത്രമാണ് പ്രോലിറ്റേറിയൻറ്റും അതേപോലെ ബൂർഷ്വാസിയും തമ്മിലുള്ള ഒരു അന്തരം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നമുക്ക് ഡിമോളിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു 36 എന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് മാത്രം എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അറിയാവുന്ന ക്വസ്റ്റ്യന് മാത്രം ആൻസർ എഴുതാൽ മതി. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് സ്റ്റേറ്റ് ആസ് അഡ്വക്കേറ്റഡ് ബൈ ലിബറലിസം. ലിബറലിസം എന്ന ഐഡിയയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഐഡിയയുടെ അടിസ്ഥാനത്തിൽ ലിമിറ്റഡ് സ്റ്റേറ്റ് എന്ന ഒരു കോൺസെപ്റ്റിന് എന്താണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ആൻസർ എന്താണെന്ന് നോക്കാം. ലിമിറ്റഡ് സ്റ്റേറ്റ്, ലിബറലിസം. The concept of limited state central to the classical liberalism. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ ഒരു സെൻട്രൽ തീമാണ് ഈ ലിബറലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലാസിക്കൽ ലിബറലിസം, പഴയകാല ലിബറലിസത്തിന് അല്ലെങ്കിൽ ഏർലി ലിബറലിസങ്ങളിലെയാണ് നമ്മൾ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റേറ്റ് ആയിരുന്നു. ഹോൾഡ്സ് ദാറ്റ് ദ സ്റ്റേറ്റ്സ് പവർ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ആൻഡ് ഡിഫൈൻഡ് primarily to protect individual liberties and right to life, right to liberty and right to property. ഇവിടെ സമൂഹത്തിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു
ലിബറൽ സൊസൈറ്റിക്കകത്ത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് വളരെ പരിമിതമായിരിക്കും. അവിടെ വളരെ പരിമിതമായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഇൻ്റർവെൻഷൻസ് വളരെ ലെസ് ഇൻ്റർവെൻഷൻസ് ഓഫ് ദി ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ ദ ലിമിറ്റഡ് സ്റ്റേറ്റ്. ലിമിറ്റഡ് സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റിനകത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് സ്റ്റേറ്റ് ദ ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഈസ് ലെസ്, വളരെ കുറവായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് വളരെ കുറവായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് വളരെ കുറവായി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും ലിബറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ലിബറൽ സ്റ്റേറ്റ് കൂടുതലും എംഫസൈസിങ് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ലിബർട്ടീസ് അല്ലെങ്കിൽ റൈറ്റ്സുകളായിട്ടുള്ള റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി തുടങ്ങിയിട്ടുള്ള റൈറ്റ്സുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കോൺസെപ്റ്റാണ് ലിബറലിസം എന്ന് പറയുന്നത്. It advocates for minimal government intervention, often expressed as the night watchman state, focusing on only defense, law and order and enforcement of the contracts. ഇവിടെ കൂടുതലും മിനിമൽ ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻസ് ആണ് ഈ ലിബറൽ സ്റ്റേറ്റിനകത്ത് നിലനിൽക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവർ കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റഡ് ഗവൺമെൻറ് അഥവാ ലിമിറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൂടുതലും ചില സമയങ്ങളിൽ അറിയപ്പെടുന്നത് നൈറ്റ് വാച്ച്മാൻ എന്ന പേരിലാണ്. കാരണം എന്താ വെച്ചാൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസ്, ലോ ആൻഡ് ഓർഡർ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കോൺട്രാക്ട്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ലിമിറ്റഡ് സ്റ്റേറ്റ് അഥവാ ലിബറലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ലോ ആർ കീ മെക്കാനിസം ടു അച്ചീവ് ദീസ് ലിമിറ്റേഷൻ. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ഈ ഒരു ലിമിറ്റഡ് സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ലിബറലിസത്തിനകത്ത് കൊണ്ടുവരാനുള്ള ഏറ്റവും കീ ആയിട്ടുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള രണ്ട് കീ മെക്കാനിസംസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണലിസവും റൂൾ ഓഫ് ലോയും. ഈ രണ്ട് മെക്കാനിസത്തിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ലിബറൽ സ്റ്റേറ്റിനകത്ത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 37 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 37 ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. കഴിഞ്ഞ ക്ലാസ്സിൽ GPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ആൻസേഴ്സ് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ, enforceable by courts, negative obligation, restrictions on the state. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസിബിൾ ആണ്, നമുക്ക് ജസ്റ്റിസ് ആണ്, അത് നീതിപരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒന്നാണ്. എവിടെയെങ്കിലും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സിറ്റിസൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കോർട്സിലേക്ക്, നമ്മുടെ ഹൈക്കോർട്സിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലേക്കോ പോയി അത് വയലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോർട്സിനെ സമീപിക്കാവുന്നതും കോർട്സ് അത് നമുക്ക് നടപ്പിലാക്കി തരുന്നതുമായിരിക്കും എന്നാണ് പറയുന്നത്. അത് എൻഫോഴ്സിബിൾ ആണ്, കോർട്സ് എൻഫോഴ്സിബിൾ ചെയ്ത് തരും, അത് നടപ്പിലാക്കി തരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ്, ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷനാണ്. കാരണം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ അതിനകത്ത് കുറവായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് അതിനകത്ത് കുറവായിരിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് എന്നാണ് പറയുന്നത്. കാരണം ഗവൺമെൻറ് എല്ലാം കൂടുതലും അതിനെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോർട്ട് അല്ലെങ്കിൽ കോർട്സുകളാണ് നമുക്കത് എൻഫോഴ്സ് ചെയ്ത് തരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. GPSP are non-justiciable, cannot be enforced in courts and positive obligation guidelines for the state. GPSP എന്ന് പറയുന്നത് ഒരു നോൺ ജസ്റ്റിസിബിൾ ആണ്, അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കോർട്സിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റിസ് ആയി കിട്ടില്ല, അത് നീതിപരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്കത് നടപ്പിലാക്കി തരില്ല, കോർട്സ് അത് നമുക്ക് നടപ്പിലാക്കി തരില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു പോളിസീസ് എന്ന രീതിയിലാണ് GPSP നിലനിൽക്കുന്നത്. അതിന് ഒരു പോസിറ്റീവ് ഒബ്ലിഗേഷനാണ് നിലനിൽക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻസോട് കൂടിയാണ് അത് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, they are designed to be complementary. Fundamental rights establish political democracy and GPSP aim to achieve social and economic democracy. Fundamental rights പൊളിറ്റിക്കലി ഒരു ഡെമോക്രസി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും രാഷ്ട്രീയപരമായിട്ടൊരു ഡെമോക്രസിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും GPSPയിലേക്ക് വരുമ്പം അങ്ങനെയല്ല. GPSP പറയുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിലെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസിക്കാണ് കൂടുതലും GPSP ഫോക്കസ് ചെയ്യുന്നത്.
The courts have often used to the concept of harmony and balance. Harmony and balance എന്ന് പറയുന്ന ഒരു സമന്വയം. അതേപോലെ ഈ കോഡ്സ് എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഹാർമണി ആൻഡ് ബാലൻസ് രണ്ടും ഒരേപോലെ ഒരു സമന്വയം അതേപോലെ ഏകീകരണ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എപ്പോഴും ശ്രദ്ധിക്കാറ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് എല്ലാവർക്കും തുല്യമായിട്ട് റൈറ്റ്സ് കൊടുക്കുന്ന റൈറ്റ്സ് ഉള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഡ്സ് എപ്പോഴും അതിനൊരു ഈക്വലായിട്ട് നിലനിർത്താനാണ് ശ്രമിക്കുക. എന്നാൽ ഈ ഒരു ഹാർമണി ഓഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് 1980കളിലെ മിനർവ മിൽ കെയ്ൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈക്വൽ ആണ് എന്നൊരു രീതിയിലേക്ക് ഗവൺമെൻറ് അതിനെ അല്ലെങ്കിൽ കോർട്സ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Where DPSP can be implemented without violating the basic structure of the constitution which includes ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്നാൽ DPSPയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കുറച്ച് ബേസിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ബേസിക് സ്ട്രക്ചേഴ്സിൻ്റെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വയലേറ്റ് ചെയ്യാതെയായിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറെ വയലേറ്റ് ചെയ്യാതെയായിരിക്കണം DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് ഡിഫറൻസുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാവുന്ന ഡിഫറൻസുകൾ എഴുതുക എന്നുള്ളതാണ് എക്സാമിനകത്ത്. നെക്സ്റ്റ് 37 തന്നെ നമുക്കറിയാം ഓർ ക്വസ്റ്റ്യൻ ഉള്ളതാണ് 37 എന്ന് പറയുന്നത്. അപ്പോൾ 37 ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് എനി 2 directive principle which have been implemented by the government of India. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏതെങ്കിലും 2 DPSP അല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ആൻസർ വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 40 എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തുകളുടെ ഓർഗനൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 40 PRI ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തുകളുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. Implemented through the 73rd and 74th Constitutional Amendment Acts 1992 giving constitutional status to the Panchayat Raj and municipalities. 1992 74-73 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റുകളെ പറ്റിയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പരാമർശിച്ചിരിക്കുന്ന അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ അമെൻമെൻറ്റുകൾ പ്രകാരം മുനിസിപ്പാലിറ്റിക്കും അതേപോലെ പഞ്ചായത്തുകൾക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപ്രകാരമാണ് ആർട്ടിക്കിൾ 40 പ്രകാരം ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ആർട്ടിക്കിൾ 45 ആണ്. എന്താണ് ആർട്ടിക്കിൾ 45 എന്ന് നോക്കാം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. നമുക്കറിയാം കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും അതേപോലെ നിർബന്ധമായിട്ടും സ്വതന്ത്രമായിട്ടും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം എഡ്യൂക്കേഷൻ നൽകണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 45 പറഞ്ഞിരിക്കുന്നത്. ഇംപ്ലിമെൻറ്റഡ് വിയ ദ 86th Constitutional Amendment Act 2002 which made education on fundamental rights Article 21A ensure the right to education Act 2009. ആർട്ടിക്കിൾ 45 പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 2002 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നൽകണം എന്ന് പറയുന്ന അമെൻമെൻറ്റാണ് 2002 അമെൻമെൻറ്റാണ് ഈ 86th Constitutional Amendment Act എന്ന് പറയുന്നത്. വിച്ച് മെയ്ഡ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 21A. ഇത് പ്രകാരം അത് ആർട്ടിക്കിൾ 21A ഇന്ന് എഡ്യൂക്കേഷനിലിരിക്കുന്നത്. എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് കുട്ടികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആർട്ടിക്കിൾ 21A ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 21A ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടാണ് അത് ഇന്ന് ആർട്ടിക്കിൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നൽകിയിരിക്കുന്നത്. 2002 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് അത് മാറ്റിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പുതിയത് വന്നിരിക്കുന്നത് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുകളാണ്.
38ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 38 ആണ്. എക്സ്പ്ലെയിൻ ദ സുപ്രീമസി ഓഫ് ദി ജുഡീഷ്യറി ആസ് എ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ജുഡീഷ്യറിയുടെ ഒരു സുപ്രീമസി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജുഡീഷ്യറിയുടെ സുപ്രീമസി എന്താണ്? ഫെഡറലിസത്തിൻ്റെ മേലെയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന രീതിയിലാണ് ജുഡീഷ്യറി നിലനിൽക്കുന്നത്. അപ്പെക്സ് കോർട്ട് നമുക്കറിയാം, സുപ്രീം കോർട്ടാണെന്നറിയാം. അതുപോലെ എന്താണ് ജുഡീഷ്യറിയുടെ ഒരു സുപ്രീമസി, എന്താണ് ഫെഡറൽ ഗവൺമെൻറ്റിനകത്ത് വരുന്നത് എന്നാണ് നോക്കാം. ആൻസർ നോക്കാം. സുപ്രീമസി ഓഫ് ജുഡീഷ്യറി ഇൻ ഇന്ത്യൻ ഫെഡറലിസം. ദ സുപ്രീം കോർട്ട് ആക്ട്സ് ആസ് ദ ഫൈനൽ interpreter and guardian of the constitution. supremacy of the judiciary എന്ന് പറഞ്ഞാൽ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസോ ഇൻ്റർപ്രിറ്റേഷൻസോ ഗാർഡിയനോ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് സുപ്രീം കോർട്ടായിരിക്കും. സുപ്രീം കോർട്ട് അല്ലെങ്കിൽ മറ്റു കോർട്സുകളൊക്കെയാണ് അതിന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇതിൻ്റെ ട്രിബ്യൂണൽ അനുസരിച്ച് മറ്റു കോർട്സുകൾ അതിന് ഫൈനൽ ഡിസിഷൻ എടുക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസിൻ്റെയോ ഇൻ്റർപ്രിറ്റേഷൻ്റെയോ ആവശ്യമാണെങ്കിൽ സുപ്രീം കോർട്ടായിരിക്കും അതിന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇറ്റ്സ് സുപ്രീമസി എൻഷുവേഴ്സ് ദാറ്റ് ബോത്ത് ദ യൂണിയൻ സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓപ്പറേറ്റ് വിത്തിൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിയർ. ഈ ഒരു സുപ്രീമസി ജുഡീഷ്യറി എൻഷുർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അതാത് യൂണിയൻ ഗവൺമെൻറ്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമാണ് എന്നാണ് പറയുന്നത്. It has the power judicial review to strike down any law or executive action that violates the constitution. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സിക്യൂട്ടീവ് കാര്യപ്രമമായിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, വയലേറ്റ് ചെയ്യുകയുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിന് ഉണ്ട്, അല്ലെങ്കിൽ ആ മറ്റ് കോർട്ടുകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് അത്തരം വയലേഷൻസ് തടയാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. It also serves as an arbiter of the disputes between central and states or between the two or more states, thus upholding the federal balance. അതുപോലെ തന്നെ ജുഡീഷ്യറിക്ക് മറ്റൊരു അധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സുകൾ, സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്സുകൾ തമ്മിൽ അതിലധികമോ സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിനെ ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ നിലനിൽക്കാൻ ഈ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അധികാരവും ജുഡീഷ്യറിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫെഡറൽ ബാലൻസ് കൈകാര്യം ചെയ്യാനും നിലനിർത്താനുള്ള അധികാരവും ജുഡീഷ്യറിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 39 ആണ്. 39 ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. 39th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൈലൈറ്റ്സ് എനി 2 കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്. ഏതെങ്കിലും 2 കണ്ടീഷൻസ് എഴുതാനാണ് പറയുന്നത്. പ്രസിഡന്റ് റൂള്, രാഷ്ട്രപതി ഭരണം സ്റ്റേറ്റ്സുകളിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഏതെങ്കിലും 2 കണ്ടീഷൻസ് എഴുതാനാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. 2 conditions for President's rule. Article 356, President's rule, state emergency can be imposed when. 2 കണ്ടീഷൻസ് എഴുതാനാണ് പറയുന്നത്. പ്രസിഡന്റ് റൂള് സ്റ്റേറ്റ്സുകളിൽ നടപ്പാക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം, ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സ്റ്റേറ്റ്സുകളിൽ പ്രസിഡന്റ് റൂള് അഥവാ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ദ ഗവർണർ reports to the president that the situation has arisen where the state government cannot be carried on in accordance with the provisions of the constitution, breakdown of the constitutional machinery. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി ബ്രേക്ക് ഡൗൺസുകൾ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് കാര്യമായ രീതിയിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഭരണം നടത്തുകയാണെങ്കിൽ, സ്റ്റേറ്റ് ഭരണഘടനയുടെ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഭരണം നടത്തുന്ന സാഹചര്യങ്ങൾ ഗവർണർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഗവർണർക്ക് പ്രസിഡന്റിന് നോട്ടീസ് നൽകാവുന്നതാണ്, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് സ്റ്റേറ്റുകളിൽ പ്രസിഡന്റ് റൂള് ഏർപ്പെടുത്താവുന്നതാണ്. എ സ്റ്റേറ്റ് ഫെയിൽസ് ടു കംപ്ലീറ്റ് or give effect any direction from the union state government, article 365.
സ്റ്റേറ്റ് എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റ് എന്തെങ്കിലും എനി ഡിറക്ഷൻ ഓഫ് ഫ്രം ദി യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ട് എന്തെങ്കിലും നടപ്പുകൾ വരികയാണെങ്കിൽ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ആർട്ടിക്കിൾ 365 പ്രകാരം പ്രസിഡൻറ്റിന് ഒരു പ്രസിഡന്റ് റൂൾ സ്റ്റേറ്റുകളിൽ ഏർപ്പെടുത്താവുന്നതാണ്. അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 39 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. Highlights any two conditions under which the national emergency can be proclaimed in India. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റിൽ എങ്ങനെയാണ് പ്രസിഡന്റ് റൂൾ വരുത്തുന്നത് എന്നായിരുന്നു. ഇനി ഇവിടെ പറയുന്നത് ഏതെങ്കിലും രണ്ട് കണ്ടീഷൻ, നാഷണൽ എമർജൻസി പറഞ്ഞാൽ ദേശീയ അടിയന്തരാവസ്ഥ നടത്തുന്നത്. എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയാണ്. നാഷണൽ എമർജൻസി നടത്തുന്നത് കാരണങ്ങൾ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ് എഴുതാനാണ് പറഞ്ഞത് ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത്. ആൻസർ പറഞ്ഞിരിക്കുന്നത് The national emergency in India proclaimed under Article 352 of the Constitution can be declared on the grounds that the security of India or any part of its territory is threatened. നാഷണൽ എമർജൻസി പ്രധാനമായിട്ടും നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രൊക്ലമേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ എന്തിൻ്റെ സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും നാഷണൽ എമർജൻസി നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടെറിറ്ററിക്കകത്ത് ഒരു ത്രെഡ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഇന്ത്യൻ്റെ സെക്യൂരിറ്റി ത്രെഡ്സുകൾ ഉണ്ടാവുക സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രസിഡന്റ് പ്രൊക്ലമേഷൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇവിടെ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. 3 കണ്ടീഷൻ അല്ലെങ്കിൽ 3 രീതിയിലാണ് പ്രൊക്ലമേഷൻസ് അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രസിഡന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ 2 ആൻസേഴ്സ് എഴുതിയാൽ മതി. ഏതെങ്കിലും 2 നിങ്ങൾക്ക് അറിയാവുന്ന 2 ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന് വാറാണ്. വാർ എക്സ്റ്റേണൽ അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ത്രെഡ്സുകൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ത്രെഡുകൾ പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ത്രെഡ്സുകളാണ് വരുന്നത്. ആർമഡ് റിബല്യൻ, സായുധ സഖ്യം എന്നൊക്കെ പറയുന്ന സായുധ സൈന്യമാണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് എമർജൻസി നടത്തിയിരിക്കുന്നത്. 3 എമർജൻസിയാണ്, നാഷണൽ എമർജൻസിയാണ് അത് ഇതുവരെ ഇന്ത്യയിൽ പ്രൊക്ലമേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The national emergency under Article 352 of the Constitution of India has been declared 3 times. 3 തവണയാണ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരം. ഒന്ന്, ഫസ്റ്റ് എമർജൻസി 1962 to 1968 ഡിക്ലെയർഡ് ഇൻ ഒക്ടോബർ 1962. 1962 മുതൽ 68 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഫസ്റ്റ് എമർജൻസി നടന്നിരിക്കുന്നത്. എക്സ്റ്റേണൽ അഗ്രിഗേഷൻ ആയിരുന്നു. പുറത്തുനിന്നുള്ള ഒരു ത്രെഡ് മൂലമാണ് ഇന്ത്യയിൽ 1962 ഒരു എമർജൻസി പ്രൊക്ലമേഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ചൈന വാർ അത് അവസാനിച്ചിരിക്കുന്നത് 1968. 1962, 68 കാലഘട്ടങ്ങളിൽ വരെയാണ് ഫസ്റ്റ് എമർജൻസി നടന്നിരിക്കുന്നത്, ഫസ്റ്റ് നാഷണൽ എമർജൻസി നടന്നിരിക്കുന്നത്. നാഷണൽ എമർജൻസി നടക്കാനുള്ള പ്രധാന കാരണം 1962 ഇന്ത്യ ചൈന വാറിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ എമർജൻസി നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 1968 കൂടി അത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എമർജൻസി നടന്നിരിക്കുന്നത് 1971, 77 കാലഘട്ടങ്ങളിലാണ്. ഇത് 71 ഡിസംബറിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. എക്സ്റ്റേണൽ അഗ്രിഗേഷൻ തന്നെയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാർ 1971 ഇന്ത്യ പാകിസ്ഥാൻ്റെ വാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എമർജൻസി നടത്തിയിരിക്കുന്നത്. ഇറ്റ് റിമൈൻഡ് ഫോഴ്സ് വെൻ ദ തേർഡ് എമർജൻസി വാസ് പ്രൊക്ലൈമഡ്. ഇത് ഏകദേശം സെക്കൻഡ് എമർജൻസിയും തേർഡ് എമർജൻസിയും ഏകദേശം ഒരേ കാലത്തിലാണ് അവസാനിക്കുന്നത്. കാരണം തേർഡ് എമർജൻസി നടന്നിരിക്കുന്നത് 75-77 ഇത് 75 ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് തന്നെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഇതൊരു ഭയങ്കര കോൺട്രവേഴ്സറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു എമർജൻസി ആയിരുന്നു ഇതെന്ന് പറയുന്നു. The grounds was later changed to armed rebellion. എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പേരിലാണ് ഈ ഒരു ഭാഗ്യമായിട്ടുള്ള എമർജൻസീസ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അത് പേര് ചേഞ്ച് ചെയ്തിട്ട് ആർമഡ് റെബല്യൻ എന്ന പേരിലേക്ക് അത് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. 1978 44th അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത്തരം ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് എമർജൻസീസ് വർ റിവോക്കഡ് ഇൻ മാർച്ച് 77. 1977 തന്നെയാണ് 2 എമർജൻസി സെക്കൻഡും തേർഡും ആയിട്ടുള്ള
എമർജൻസീസ് ഡിക്ലെയർ അതിൻ്റെ റിവോക്കഡ് നടന്നിരിക്കുക, അവസാനം വന്നിരിക്കുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 14th ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അനലൈസ് എനി വൺ റെക്കമെൻഡേഷൻ ഓഫ് ദി സർക്കാരിയ കമ്മീഷൻ ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. സർക്കാരിയ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. പ്രധാനമായിട്ടും നോക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ഒരു സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 റെക്കമെൻഡേഷൻസ് എഴുതാനാണ് പറയുന്നത്. ആൻസർ നോക്കാം. ദ സർക്കാരിയ കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് 1883 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. 1983-1983 സർക്കാരിയ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി നിലവിൽ വന്നിരിക്കുന്ന ഒരു കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. കമ്മീഷൻ സബ്മിറ്റഡ് 247 recommendation to improve the relationship between central and state governments within the constitution. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് അവർ സബ്മിറ്റ് ചെയ്തത് 247 റെക്കമെൻഡേഷൻസ് ആണ്. അതിലേതെങ്കിലും ഒരു റെക്കമെൻഡേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 1988 റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ടു ദ then the Prime Minister Rajiv Gandhi in October 1987. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് 1987 സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്ന് നോക്കാം. മേജർ റെക്കമെൻഡേഷൻസ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ് ഒന്ന് പറയുന്നത്. 2 റോൾ ഓഫ് ഗവർണർ, ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂൾ വരുന്നത്, ഫിനാൻഷ്യൽ റിലേഷൻസ്, പിന്നെ അതർ റെക്കമെൻഡേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇത് എന്താണെന്ന് മാത്രം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു റെക്കമെൻഡേഷൻസിനെ പറ്റി കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. എ പെർമനന്റ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, ഇന്റർ ഗവൺമെന്റൽ കൗൺസിൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 263 to facilitate consultation and coordination between central and states. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് തമ്മിൽ ഒരു കോർഡിനേഷൻസ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 263 ഒരു സെൻട്രൽ സ്റ്റേറ്റ് കൗൺസിൽ പെർമനൻ്റ് ആയിട്ട് നിലനിർത്തണം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോൾ ഓഫ് ഗവർണറുടെ റോളിനെ പറ്റി ഈ ഒരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. The governor should be an eminent person from the outside of the state. ഗവർണർ എപ്പോഴും ഇപ്പോൾ കേരളത്തിലെ ഗവർണർ പുറത്തു നിന്നുള്ള സ്റ്റേറ്റിലെ ഗവർണർ ആയിരിക്കണം. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗവർണർ എപ്പോഴും ഒരു പുറത്തു നിന്നുള്ള സ്റ്റേറ്റിലെ ഗവർണർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അതേ ഡിസ്ട്രിക്റ്റിൽ അതേ സ്റ്റേറ്റിനകത്തുള്ള അല്ലെങ്കിൽ അതേ സംസ്ഥാനത്തിനകത്തുള്ള ഒരു വ്യക്തി ആയിരിക്കരുത് ഗവർണർ എന്ന്. പുറത്തു നിന്നുള്ള ഒരു എമിനൻ്റ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ ആയിരിക്കേണ്ടത്. The appointed should be detached figure and not too actively involved in politics in recent years. അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു റീസെൻറ്റ് കാലഘട്ടത്തൊന്നും അടുത്ത കാലഘട്ടങ്ങളിലൊന്നും പൊളിറ്റിക്സിൽ അത്ര ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട്. The Chief Minister of the state must be consulted before appointing the governor. ചീഫ് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് ഒരു ചീഫ് മിനിസ്റ്റർ അറിഞ്ഞിരിക്കണം. മുഖ്യമന്ത്രി സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കണം. അത് ആ ഗവർണറിനെ നിയമിക്കുന്നതിന് മുമ്പ് ആ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The governor should not dismiss the council of ministers as long as they command the majority of the assembly. ഗവർണർക്ക് ഒരു നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരമൊന്നും ഇല്ല. എന്നുവെച്ചാൽ കാരണം അവിടുത്തെ മെജോറിറ്റി അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. The governor should be allowed to complete their 5-year term and should not be eligible for any other office of the profit after retirement. ഗവർണർക്ക് 5 വർഷ കാലത്തേക്കാണ് നമ്മൾ ഗവർണറെ തിരഞ്ഞെടുക്കുന്നത്. ആ ഗവർണർക്ക് 5 വർഷ കാലാവധി പൂർത്തിയാക്കാനുള്ള സമയം കൃത്യമായിട്ട് നൽകണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം മറ്റ് ഗവൺമെൻറ്റൽ ഒഫീഷ്യൽ എലിജിബിലിറ്റികളൊന്നും അദ്ദേഹത്തിന് വഹിക്കാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തത് പറയുന്നത് ആർട്ടിക്കിൾ 386 ആണ്. 386 പ്രകാരം
386 പ്രകാരം സ്റ്റേറ്റ്സുകളിൽ പ്രസിഡന്റിന് എമർജൻസി ഡിക്ലറേഷൻ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. വാർണിംഗ് ഷുഡ് ബി ഇഷ്യൂഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ബിഫോർ ഇൻവോക്കിംഗ് ആർട്ടിക്കിൾ 386. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കണം മുൻപ്, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 386 പ്രകാരം സ്റ്റേറ്റുകളിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേറ്റിനെ അറിയിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. The state legislative assembly should not be dissolved until the proclamation of the president rule approved by the parliament. പാർലമെൻറ്റിൻ്റെ അംഗീകാരം ഇല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനും ഉണ്ടാകുന്നതല്ല. നാലാമത്തത് ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ്. ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദി കോർപ്പറേഷൻ ടാക്സ് ഷുഡ് ബി മെയ്ഡ് പെർമിസിബിലി ഷെയറബിൾ വിത്ത് ദ സ്റ്റേറ്റ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ടാക്സസുകൾ കൊടുക്കണം എന്നാണ്, ഷെയർ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. കോർപ്പറേഷൻ ടാക്സസുകളായിരിക്കണം. ദ സെൻട്രൽ ഷുഡ് നോട്ട് levy the surcharge in income tax concept of specific purpose and strict limited period. ഒരു സ്ട്രിക്റ്റ് ലിമിറ്റഡ് പീരിയഡോ അല്ലെങ്കിൽ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഷുഡ് ബി സർചാർജ് ചെയ്യാൻ പാടില്ല, ഇൻകം ടാക്സുകൾ സർചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ ഷുഡ് ഡ്രോ അപ്പോൺ ദ എക്സ്പേർട്ട് ഫ്രം ദി ഡിറൈവ്ഡ് ഫീൽഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ ഫിനാൻഷ്യൽ കമ്മീഷൻ. പിന്നെ അതർ റെക്കമെൻഡേഷൻസ് ആണ്. ഇതും കുറച്ച് കാര്യങ്ങളാണ്. ദ സെൻട്രൽ ഷുഡ് ബി കൺസിഡർ സ്റ്റേറ്റ് ബിഫോർ ലെജിസ്ലേറ്റീവ് സബ്ജക്റ്റ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റിനകത്ത് കുറച്ച് ലെജിസ്ലേറ്റീവുകൾ മുൻപുണ്ടായിരിക്കുന്നതായിരുന്നു. വെൻ ദ പ്രസിഡൻസ് വിത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾ ഇന്ത്യ സർവീസസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അതർ റെക്കമെൻഡേഷൻസുകളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇതിനകത്തൊരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഹൈലൈറ്റ് എനി ടു ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ഈ ഇന്ത്യയിലെ യൂണിയനും സ്റ്റേറ്റ്സും അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഫിനാൻഷ്യൽ റിലേഷൻസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഷെയറിംഗ് ടാക്സസ് ആണ്. ആർട്ടിക്കിൾ 270 പ്രകാരം ഷെയറിംഗ് ടാക്സസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ യൂണിയൻ ഗവൺമെൻറ് സെൻട്രൽ കളക്ട്സ് മെനി മേജർ ടാക്സസ് ലൈക്ക് ഇൻകം ടാക്സ് ആൻഡ് GST. എന്നുവെച്ചാൽ യൂണിയൻ ഗവൺമെൻറ് ഒരുപാട് ടാക്സസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST പോലത്തെ ഒരുപാട് ടാക്സസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണലി റിക്വയർഡ് ടു ഷെയർ എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദി മണി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സോ ദേ ഹാവ് ഇനഫ് ഫണ്ട് ടു ഓപ്പറേറ്റ്. പക്ഷേ ഈ പിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഈ കളക്ട് ചെയ്യുന്ന യൂണിയൻ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സസുകൾ വേണ്ട രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്തരം നൽകാത്ത സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ മതിയായ രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും കാണുന്നു. ദിസ് ഷെയറിംഗ് ഈസ് നോൺ ആസ് ടാക്സ് ഡിവിഷൻ. ടാക്സുകൾ ഡിവിഷൻ ചെയ്യുക, ടാക്സുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൂൾസ് ഹൗ മച്ച് ഈസ് ഷെയർഡ് ആർ ബൈ സെറ്റ് ഫിനാൻസ് കമ്മീഷൻ. എന്നാൽ ആ ഒരു എത്രത്തോളം ഒരു ഷെയർ ചെയ്യണം, സ്റ്റേറ്റുകളിലേക്കും യൂണിയൻ ഗവൺമെൻറ്റിലേക്കൊക്കെ എത്രത്തോളം ഷെയർ ചെയ്യണം, എസ്പെഷ്യലി സ്റ്റേറ്റിലേക്ക് എത്ര ടാക്സസ് ഷെയർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം ഫിനാൻസ് കമ്മീഷനാണുള്ളത്. രണ്ടാമത്തത് ഗ്രാൻസ് ആൻഡ് എയ്ഡ്സുകളാണ്. എന്തെങ്കിലും ഗ്രാൻസുകളോ എയ്ഡ്സുകളോ ഒക്കെ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിയൻ ഗവൺമെൻറ് സെൻട്രൽ ഗിവ്സ് ഗ്രാൻസ് എയ്ഡ് ടു എക്സ്ട്രാ മണി ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന എന്തെങ്കിലും ഗ്രാൻറ്റുകൾ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്നത് ടാക്സസുകളാണ്. എന്നാൽ ഇവിടെ വരുന്നത് ഗ്രാൻസുകളാണ്. എന്തെങ്കിലും എക്സ്ട്രാ മണി എന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ദിസ് ഡൺ because states have to spend a lot on things like welfare, health and education, but not always collect enough revenue from their own. Thus grants help to them over the short. സ്റ്റേറ്റ്സുകളിൽ ഏകദേശം എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതേപോലെ വെൽഫെയർ തുടങ്ങിയവയിൽ നിന്നൊക്കെ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം വേണം. അപ്പം ഇത്തരം മണി എന്ന രീതിയിൽ ഇത്തരം പണങ്ങൾ കുറച്ച് എക്സ്ട്രാ മണി എന്ന രീതിയിൽ യൂണിയൻ ഗവൺമെൻറ് അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്സുകൾക്ക് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ വേണ്ട രീതിയിലുള്ള റവന്യൂ പോലും ഇത്തരം ഫീൽഡിൽ നിന്ന് സ്റ്റേറ്റ്സുകൾക്ക് കിട്ടാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറയുന്നതുണ്ട്, അതേപോലെ ഡിസ്ക്രിമിനേറ്ററി ഗ്രാൻസും ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 275 പ്രകാരമാണ് പറയുന്നത്. യൂണിയൻ ഗിവ്സ്
money to states that need help, mostly less developed ones, based on the finance commission's recommendation, cover the difference between the spend and the earn. അവർ സ്പെൻഡ് ചെയ്യുകയും ഏൺ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസോടുകൂടി സ്റ്റേറ്റ്സുകൾ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ്സുകൾക്ക് എക്സ്ട്രാ മണി നൽകേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന രീതിയിൽ. ആൻഡ് ഡിസ്ക്രിമിനേറ്ററി ഗ്രാൻസ് ആണ് രണ്ടാമത് വരുന്നത്. ഈ ആർട്ടിക്കിൾ 282 പ്രകാരം യൂണിയൻ ഗവൺമെൻറ് gives grants to the states for any public purpose like national schemes in health or education, allowing the centers to influence state policy. അതേപോലെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞത് നാഷണൽ സ്കീംസുകളായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ നാഷണൽ സ്കീംസുകളാണ്. അത്തരം ആവശ്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലേക്ക് യൂണിയൻ ഗവൺമെൻറ് ഇത്തരം ഫണ്ടുകൾ നൽകണമെന്നും പറയുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എഴുതാമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.